കഴിഞ്ഞ സീസണുകളിലെ തിരിച്ചടികൾ മറന്ന് പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് മുംബൈ ഇന്ത്യൻസ്. 6ാം കിരീടമാണ് ഹാർദിക് പാണ്ഡ്യയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം. അനിൽ വാസ്തവി തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ നോക്കും. ടീമിനെ ഇന്നു കാണുന്ന ഉയരങ്ങളിലേക്ക് നയിച്ച 5 കിരീടങ്ങൾ സമ്മാനിച്ച നായകനെ ഒരറിയിപ്പുമില്ലാതെ പുറത്താക്കുന്നു. പകരം വളർത്തി വലുതാക്കിയ ക്ലബിനെ തള്ളിപ്പറഞ്ഞ താരത്തെ തിരിച്ചു കൊണ്ടുവന്ന ക്യാപ്റ്റന്റെ സിംഹാസനത്തിൽ അവരോധിക്കുന്നു. ഓരോ മുംബൈ ഇന്ത്യൻസ് ആരാധകനും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിൽ സംഭവിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ടീമിനെ അൺഫോളോ ചെയ്തും ജേഴ്സി കത്തിച്ചും വിഖ്യാതമായ വാങ്കഡയിലെ ഗാലറി ഒഴിച്ചിട്ടുമായിരുന്നു ആരാധകർ മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റിനോടുള്ള കലിപ്പ് തീർത്തത്. പുതിയ നായകന് കീഴിൽ ടീം എന്ന നിലയിൽ കൂടി പരാജയപ്പെട്ടതോടെ മുംബൈ ഇന്ത്യൻസ് പട്ടികയുടെ അടിവാരത്തായി. ആ മുറിവുകളെല്ലാം ഏറെക്കുറെ ഇപ്പോൾ ഉണങ്ങിയിരിക്കുന്നു. ടീമിനൊപ്പമോ ടീമിനേക്കാളോ വളർന്ന രോഹിത് ശർമ്മ എന്ന ഇതിഹാസ താരത്തിന് ഇന്ത്യൻ ക്യാപ്റ്റന്റെ ആംബാൻഡ് എന്ന ചിന്തയിലാണ് ആരാധകർ. 2020 ലോകകപ്പിലെയും ചാമ്പ്യൻസ് ട്രോഫിയിലെയും ടീം ഇന്ത്യയുടെ കിരീട നേട്ടത്തിലെ പ്രധാന പങ്കാളിയായി ഹാർദിക് പാണ്ഡ്യ വെറുപ്പിന്റെ ഭാരം ഇറക്കി വെച്ചു കഴിഞ്ഞു. പഴയ സൂപ്പർ താരങ്ങളെ തിരിച്ചു കൊണ്ടുവന്നതിനൊപ്പം പുതിയ പടക്കോപ്പുകൾ ഇറക്കുമതി ചെയ്തതോടും കൂടി IPL മുഴുവൻ ഫോഴ്സിനും ഒരു കാലത്ത് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ആ പഴയ മുംബൈ ഇന്ത്യൻസിനെ ഇക്കുറി വീണ്ടും കണ്ടേക്കാം. വൈറ്റ് ബോൾ ഫോർമാറ്റിലെ ഓപ്പണിംഗ് ശൈലിക്ക് പുതിയ മാനം നൽകിയ രോഹിത് ശർമ്മയ്ക്ക് കൂട്ടായി ഇത്തവണ ക്രീസിൽ 160 പ്രഹരശേഷിയിൽ ബൗളർമാരെ പറപ്പിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ താരം റയാൻ റിക്കിൾട്ടൺ ആണ്. വൺ ഡൗണിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ നെക്സ്റ്റ് ജെൻ സൂപ്പർ സ്റ്റാർസിൽ ഒരാളായ തിലക് വർമ്മ, പിന്നാലെ 2020 പോസ്റ്റർ ബോയ് സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ ടീമിന്റെ നട്ടലായ ഹാർദിക് പാണ്ഡ്യ അതേ ധർമ്മം ഇത്തവണ മുംബൈ ഇന്ത്യൻസിനായും നിർവഹിക്കുമെന്ന് കരുതാം. ഫിനിഷിങ്ങിന് വിൽ ജാക്സും നമാൻദിറും ബവൻ ജേക്കബ്സും യുവതാരം റോബിൻ മിൻസുമെല്ലാമുണ്ട്. ജസ്പ്രീത് ബുംറ ഇല്ലാത്തതോ ബുംറയ്ക്ക് കൂട്ടില്ലാത്തതോ ആയിരുന്നു കഴിഞ്ഞ സീസണുകളിലെ മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാന പ്രശ്നം. അവസാനമായി കിരീടം നേടിയ 2020 തുറുപ്പ് ചീട്ടുകളിലൊന്നായ ട്രെന്റ് ബോൾട്ടിനെ തിരിച്ചു കൊണ്ടുവന്നത് മുംബൈ ബൗളിങ്ങിന്റെ മൂർച്ച കൂട്ടും. ബുംറ ബോൾട്ട് ജോഡി ഒരുപോലെ പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും എതിരാളികൾക്ക് കനത്ത വെല്ലുവിളിയാണ്. ദീപക് ചഹാർ കൂടി ചേരുമ്പോൾ പുതിയൊരു ഡെഡ്ലി ട്രിയോ കൂടി ആരാധകർക്ക് കാണാം. മിച്ചൽ സാന്റ്നർ, കരൺ ശർമ്മ എന്നിവരെ കൂടെ കൂട്ടിയതിലൂടെ എക്സ്പീരിയൻസ് സ്പിന്നർമാരില്ലെന്ന കുറവും ഇത്തവണ മുംബൈ ഇന്ത്യൻസ് നികത്തിയിട്ടുണ്ട്. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ബുംറയില്ലാത്തതും ബെഞ്ച് സ്ട്രെങ്ത് കുറവായതും ടീമിന്റെ പോരായ്മയാണ്. 23-ന് ചിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരം. 6ാം കിരീടത്തിലേക്കുള്ള 2 ടീമുകളുടെ റേസിന് കൂടിയാണ് ഇവിടെ തുടക്കമാവുക.